അന്ന് പ്രപഞ്ചം സ്ഥിരമായി ഒരേ നിരയിൽ തുടരുന്നു എന്നതായിരുന്നു ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കൂടാതെ ഗുരുത്വാകർഷണം വസ്തുക്കളെ പരസ്പരം ആകർഷിപ്പിക്കുന്നുവെന്നും ഭൂമിയിലെ വസ്തുക്കളെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിപ്പിക്കുന്നു എന്നും വിശ്വസിച്ചിരുന്നു. ഈ ആശയങ്ങളെല്ലാം വന്നത് ഐസക് ന്യൂട്ടന്റെ തലയിൽ നിന്നുമാണ്. എന്നാൽ ഈ ആശയങ്ങൾക്കെല്ലാം വിരാമമിടുവാൻ ഏതാണ്ട് 152 വർഷങ്ങൾ വേണ്ടിവന്നു. ഐസക് ന്യൂട്ടൻ മരിച്ച് 152 വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ ഐൻസ്റ്റീൻ ജനിച്ചു. ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങളെ അപ്പാടെ തലകീഴാക്കി മറിക്കുന്നതായിരുന്നു ഐൻസ്റ്റീന്റെ ചിന്തകൾ. പ്രപഞ്ചം എപ്പോഴും സ്ഥിരമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യില്ലെന്നും സമയത്തിന്റെ വേഗത ഗ്രാവിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അദ്ദേഹം തെളിയിച്ചു. പ്രപഞ്ചത്തിന്റെ പുതിയൊരു ചിത്രം കൂടുതൽ വ്യക്തമായി ലോകത്തിന്റെ മുന്നിൽ വരയ്ക്കുകയാണ് ഐൻസ്റ്റീൻ. 1915 ഐൻസ്റ്റീന്റെ 4 പുതിയ കണ്ടുപിടുത്തങ്ങൾ അടങ്ങിയ പേപ്പറുകൾ ബെർലിൻ അക്കാദമിയുമായി പങ്കുവെക്കുന്നത്. ആ 4 പേപ്പറുകൾ പിന്നീട് ചരിത്രമായി. ഈ പേപ്പറുകൾ ചേർത്തുവെച്ചാണ് അദ്ദേഹത്തിന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഗ്രാവിറ്റിയുടെ പിതാവെന്നറിയപ്പെടുന്ന സാക്ഷാൽ ഐസക് ന്യൂട്ടന്റെ തത്വങ്ങൾ പോലും തെറ്റാണെന്ന് തെളിയിച്ച ആ അസാമാന്യ ബുദ്ധിക്ക് പിന്നിലെ രഹസ്യങ്ങൾ എന്തെല്ലാമായിരിക്കും? 1955 ഐൻസ്റ്റീൻ മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് തന്റെ ശരീരത്തിൽ യാതൊരുവിധ പഠനങ്ങളും നടത്തരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മരണശേഷം ഐൻസ്റ്റീന്റെ മൃതദേഹം പരിശോധിക്കാൻ ഏൽപ്പിച്ച ഡോക്ടർ ഹാർവി ആരും അറിയാതെ ഐൻസ്റ്റീന്റെ തലച്ചോറ് മോഷ്ടിച്ചു. എന്നാൽ ഇതറിയാതെ ബന്ധുക്കൾ ഐൻസ്റ്റീന്റെ ശവസംസ്കാരം നടത്തി. ഇതേ സമയം ഐൻസ്റ്റീന്റെ തലച്ചോറ് ഹാർവിയുടെ വീടിന്റെ രഹസ്യ അറയിൽ പരീക്ഷണങ്ങൾക്ക് തയ്യാറായി ഒരു ജാറിൽ ഇരിക്കുകയായിരുന്നു. 40 വർഷം അദ്ദേഹം ആ തലച്ചോറ് പഠനത്തിന് വിധേയമാക്കി. പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഏതാനും പാർട്സുകളാക്കി മറ്റു ശാസ്ത്രജ്ഞർക്ക് പഠനത്തിനായി വിട്ടുകൊടുത്തപ്പോഴാണ് തലച്ചോറില്ലാതെ ഐൻസ്റ്റീനെ സംസ്കരിച്ച കാര്യം ലോകമറിയുന്നത്. എന്നാൽ ഇത് വലിയ വിവാദങ്ങൾക്കൊന്നും വഴിതെളിച്ചില്ല. കാരണം ഹാർവി കണ്ടെത്തിയ ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. സാധാരണ മനുഷ്യന്റെ തലച്ചോറിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഐൻസ്റ്റീന്റെ തലച്ചോറിനുണ്ടായിരുന്നു. ഐൻസ്റ്റീനെ അതിബുദ്ധിമാനാക്കിയത് ഈ സവിശേഷതകൾ തന്നെയായിരുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായി, സാധാരണ മനുഷ്യനേക്കാൾ 17% കൂടുതൽ ന്യൂറോണുകൾ ഐൻസ്റ്റീൻ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന സിനാപ്സുകൾ കൂടുതലായിരുന്നു. ഇതാണ് ഐൻസ്റ്റീന്റെ അസാമാന്യ ബുദ്ധിക്കുള്ള ഒരു കാരണം. പിന്നീട് തുടർന്നുള്ള പഠനത്തിൽ ഐൻസ്റ്റീന്റെ തലച്ചോറിൽ പെരിറ്റൽ അപ്റ്റർകുലം എന്ന അതിർത്തി ഭാഗത്ത് കാണുന്ന മടക്ക് ഇല്ലായിരുന്നു. തലച്ചോറിന്റെ പിൻഭാഗം സാധാരണ മനുഷ്യനേക്കാൾ 20% വലുതായിരുന്നു. ഗണിതക്രിയകൾ ചെയ്യുവാനും പുതിയ കാര്യങ്ങൾ സങ്കല്പിക്കുവാനും സഹായിക്കുന്ന ഭാഗം കൂടിയാണിത്. ഈ ഭാഗത്തിന്റെ വലുപ്പം സങ്കല്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശേഷി വർദ്ധിച്ചു. എന്നാൽ തലച്ചോറിന്റെ ഈ സവിശേഷത കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ നിലയിൽ എത്തിയതെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ലോകപ്രശസ്തമായ ഒരു പരാജയമായിരുന്നു ഐൻസ്റ്റീൻ. 4-ാം വയസ്സിലായിരുന്നു അദ്ദേഹം ആദ്യമായി സംസാരിക്കാൻ തുടങ്ങിയത്. കോളേജിലെ ഐൻസ്റ്റീന്റെ പ്രകടനം ലജ്ജാവഹമായിരുന്നു. ഡിഗ്രി പോലും കഷ്ടിച്ചാണ് പാസ്സായത്. മരിക്കുന്നതിന് മുമ്പ് പിതാവ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വൻ പരാജയം എന്നതായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർ, ക്ലർക്ക് തുടങ്ങിയ നിരവധി ജോലികൾ അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതീക്ഷ കൈവിടാതിരുന്ന അദ്ദേഹത്തെ സ്വപ്നജീവി എന്ന് വിളിച്ച് ആളുകൾ പരിഹസിച്ചു. എന്നാൽ അദ്ദേഹമായിരുന്നു ഈ ലോകത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ മാറ്റിമറിച്ചത്. ന്യൂട്ടനെ വരെ തിരുത്തി. കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധി മാത്രമായിരുന്നില്ല, നിശ്ചയദാർഢ്യം കൂടിയായിരുന്നു. എല്ലാം അവസാനിപ്പിക്കുവാൻ 100 കാരണമുണ്ടായിരുന്നിട്ടും സമാനതകളില്ലാത്തതും പകരം വെക്കാനാവാത്തതുമായ ജീവിത വിജയം
അദ്ദേഹത്തിന് സമ്മാനിച്ച ഇതേ നിശ്ചയദാർഢ്യം. ഞങ്ങൾക്കും നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ചിരി മറയ്ക്കാൻ ലോകത്തെ അനുവദിക്കരുത്. നിങ്ങളുടെ ചിരി ലോകത്തെ മാറ്റണം.